ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. വോട്ടിംഗ് മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചതടക്കം പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. സൌത്ത് 24 പർഗാനസിലെ 2 മണ്ഡലങ്ങളിലായാണ് റീപോളിംഗ് നടക്കുന്നത്. മഗ്രാത്ത് പശ്ചിമിൽ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ 4 ബൂത്തുകളിലും റീപോളിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ 2 മണിക്കൂറിൽ 16.68% പേർ വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ പരാതികളിൽ കമ്മീഷൻ തീരുമാനമെടുത്തിട്ടില്ല. വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായും അസിസ്റ്റന്റുമാരായും നിയമിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതു സംബന്ധിച്ച ഹർജി നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തള്ളിയിരുന്നു. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിനിടെ ബംഗാളിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. കേരളം ആര് ഭരിക്കുമെന്ന് മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇവിഎമ്മുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:15 ആദ്യ ഫലസൂചന പുറത്തുവരും. വോട്ടെണ്ണലിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവരെ കൌണ്ടിംഗ് ഏജന്റുമാരായി നിയമിക്കാൻ പാടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, വരണാധികാരി, ഉപവരണാധികാരി, കൌണ്ടിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ജീവനക്കാർ, സ്ഥാനാർത്ഥി, ഇലക്ഷൻ ഏജന്റ് എന്നിവരൊഴികെ ആർക്കും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുണ്ടാകില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൌണ്ടിംഗ് ഹാളും സ്ട്രോങ് റൂമുകളിൽ നിന്നും കൌണ്ടിംഗ് ഹാളിലേക്കുള്ള വഴികളും പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലായിരിക്കും. കർശനമായ പോലീസ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ജീവനക്കാരെയും ഏജന്റുമാരെയും കൌണ്ടിംഗ് ഹാളിലേക്ക് പ്രവേശിപ്പിക്കൂ. ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് ഒഴികെയുള്ള പോൾ ചെയ്ത മുഴുവൻ EVM പോസ്റ്റൽ ബാലറ്റുകളും വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ട്രഷറിയിൽ സൂക്ഷിച്ചുവരുന്ന ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകൾ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനു മുമ്പായി വോട്ടെണ്ണൽ ഹാളിൽ എത്തിക്കും. സംസ്ഥാനത്ത് 3 മുന്നണികളും ശുഭപ്രതീക്ഷയിൽ. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുന്നിലെത്താനായത് UDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. 50 വർഷത്തിലേറെയായി ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയായ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആകാംക്ഷ. കന്നി അംഗത്തിന് ഇറങ്ങിയ വിജയുടെ TVK-യാണ് ആകാംക്ഷയ്ക്ക് കാരണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ TVK നിർണായക ശക്തിയാകുമെന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ചർച്ചാ വിഷയം. ക്ഷേമ പദ്ധതികളുടെ പിൻബലത്തിൽ ഭരണ തുടർച്ച ഉറപ്പാണെന്ന് DMK കേന്ദ്രങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരവും TVK-യുടെ സാന്നിധ്യവും തങ്ങളെ തുണയ്ക്കുമെന്ന് അണ്ണാ DMK അവകാശപ്പെടുന്നു. പുതുച്ചേരിയിൽ തുടർഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയുമായി NDA. നിലവിൽ NDAയുടെ N രംഗസ്വാമിയാണ് മുഖ്യമന്ത്രി. ഇത്തവണ ഭരണം പിടിക്കാനാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു. പുതുച്ചേരിയിൽ TVK പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുമെന്നാണ് സൂചന. അസമിൽ BJP, AGP, BPF പാർട്ടികളടങ്ങിയ NDA മുന്നണി ഭരണം നിലനിർത്തുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അതേസമയം അസമിൽ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സംസ്ഥാന അധ്യക്ഷൻ ഗൌരവ് ഗൊഗോയിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. എക്സിറ്റ് പോളുകൾ ടെലിവിഷൻ ചർച്ചയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും ജനവിധി മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ പുറത്തുവരുമെന്നും ഗൌരവ് ഗൊഗോയ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ECI നെറ്റ് മൊബൈൽ ആപ്പിലും റിസൾട്ട്സ് ECI.gov.in എന്ന വെബ്സൈറ്റിലും ഫലമറിയാം. 2027 സെൻസസിന്റെ 1ാം ഘട്ടത്തിൽ ഭവന ലിസ്റ്റിംഗിനും ഭവന സെൻസസിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. മെയ് 30 വരെ പ്രക്രിയ തുടരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.